ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിലൊന്ന് എറണാകുളം ജില്ലയിലാണെന്ന് നമുക്ക് ഉറപ്പായും പറയാം. നമ്മുടെ സ്വന്തം കടമക്കുടി. ഈ കടമക്കുടിയിലെ 1-ാം വാർഡിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള 3 പേരാണ് ഇവിടെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത്. അപ്പോൾ ഇവർ വോട്ട് ചോദിക്കാൻ പോകുന്നതും നടക്കാൻ പോകുന്നതും ഒക്കെ ഒന്നിച്ചാണ്. നമുക്ക് അവരുടെ വിശേഷം ഒന്ന് അറിഞ്ഞാലോ? ഇവിടെ എവിടെയോ അവരുണ്ട് എന്നറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ അവരെ നമുക്കൊന്ന് പിടിക്കാം. അപ്പോൾ ചങ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആ 3 സ്ഥാനാർത്ഥികളുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. നല്ല പൊരി വെയിലത്ത് ചങ്കത്തികൾ 3 പേരും കൂടെ നിൽക്കുക അല്ലേ? ഹലോ. അപ്പോൾ നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാണ്. നിങ്ങളെ ഇങ്ങനെ വെയിൽ കൊള്ളിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ചങ്കത്തികൾ 3 കൂടെ ഒരു വാർഡിൽ അങ്ങ് മത്സരിക്കാൻ പോവാ അല്ലേ? അപൂർവമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. നിങ്ങളുടെ ആ ഒരു സൗഹൃദം, ഈ വാർഡിന് വേണ്ടി നിങ്ങൾ ജയിച്ചാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഈ തോണിയിൽ കയറി നമ്മുടെ മനോഹരമായ കടമക്കുടിയൊക്കെ ആസ്വദിച്ചൊന്ന് പോയാലോ? അപ്പം റെഡി. അപ്പോൾ പ്രകൃതി അങ്ങനെ കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന കടമക്കുടിയുടെ മടിത്തട്ടിലെ ചീങ്കണ്ണിപ്പുഴയിൽ ഒരു തോണിയിലിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം പ്രകൃതി മനോഹാരിത അങ്ങനെ തുളുമ്പുകയാണ്. ചീനവലകളുണ്ട്, കണ്ടൽക്കാടുകളുണ്ട്, ചെമ്മീൻ കെട്ടുകളുണ്ട്, അതുപോലെ ഇതുപോലത്തെ ലാവൻഡർ കളറിലെ പൂക്കളുണ്ട്, ഈ റാന്തലുകളുണ്ട്. അങ്ങനെ നമ്മുടെ നൊസ്റ്റാൾജിയ അങ്ങ് ഉണർത്തുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇതിൻ്റെ ഓരോ തുണ്ടിലും ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ തോണിയിലിരുന്ന് നമുക്ക് ഇവരുടെ സൗഹൃദത്തെക്കുറിച്ചും ഇവരുടെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും എന്താണ് ഈ കടമക്കുടിക്ക് വേണ്ടി ഇവർ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ? 3 പേരുടെ പേരെന്ന് പറഞ്ഞാലോ? എൻ്റെ പേര് ഷീബ ജീവൻ. ഞാൻ കടമക്കുടി 1-ാം വാർഡിലെ ആശാവർക്കറാണ്. ചേച്ചി? എൻ്റെ പേര് കൊച്ചുറാണി. ഞാൻ അംഗൻവാടി ICDSന്റെ കീഴിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്, പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇത് വെറുതെ നടക്കും. വെറുതെ നടക്കുമല്ല, അടുത്ത പദവിയിലേക്ക് പോവാം നമ്മള്. എൻ്റെ പേര് മിനി വിനോദ്. ഞാൻ വലിയാടാമക്കുടി 1-ാം വാർഡിലാണ്. ഇപ്പോൾ ടൈലറിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ഹെൽത്ത് വോളണ്ടറി ഇവരൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരുപാട് രാഷ്ട്രീയം, ആരോപണ പ്രത്യാരോപണങ്ങൾ, ചെളിവാരി എറിയലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും നിങ്ങൾ 3 പേരും ഞാൻ പേര് ചോദിച്ചപ്പോൾ പേരും ജോലിയും മാത്രമേ പറഞ്ഞുള്ളൂ, രാഷ്ട്രീയം ഒന്നും പറഞ്ഞില്ല. നമ്മൾ തെരഞ്ഞെടുപ്പ് നിൽക്കുകയും കൂടെ അല്ലേ, ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും. അപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ടിയൊക്കെ പറഞ്ഞ് ഏത് പാർട്ടിയിൽ നിന്ന് കടമക്കുടി 1-ാം വാർഡിൽ നിന്ന് മത്സരിക്കാൻ തുടർന്ന് പറഞ്ഞാലോ? 1-ാം വാർഡിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ചേച്ചി, കൊച്ചുറാണി ചേച്ചി? ഞാൻ 1-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞാൻ താമര ചിഹ്നത്തിൽ BJP ആയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. എങ്ങനെയാ ഇത്ര ചങ് ഫ്രണ്ട്സ് ആയത്? അത് ചങ്ക് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത് ഞങ്ങൾ മറ്റേ പൊതുപരിപാടികൾ, ഞങ്ങൾ നാട്ടിൽ നടക്കുന്ന ഏത് പരിപാടികൾക്കും ഞങ്ങൾ രണ്ടൊരു മസ്റ്റ് ഉണ്ട് അതിനകത്ത്. പിന്നെ ഞങ്ങൾ ഈ മോളും കൂടി ആഡ് ചെയ്തപ്പോൾ ഞങ്ങൾ അത് പക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരെയും ഒരേ കാഴ്ചപ്പാടുകൾ കാണണം എന്നുള്ള ചിന്താഗതി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ തലൂഴ്ത്തവും വഴക്കും ഒച്ചപ്പാടും ബഹളം അല്ലേ, അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കണില്ല. കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ എല്ലാ ജാതിയും എല്ലാ മതവും എല്ലാവരും കൂടി ഒരു ചരടിൽ കോർത്തിണക്കിയ പുഷ്പം പോലെ ജീവിക്കണം ഉള്ളതാണ്. ഇപ്പൊ ഈ രാഷ്ട്രീയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ 20-ാം തീയതി കഴിയുമ്പോ 9-ാം തീയതി കഴിയുമ്പോ അത് തീർന്ന് അതിനെ ഞങ്ങൾ കളഞ്ഞില്ല. എനിക്കൊരു വാശിയും ഇപ്പൊ ഞങ്ങൾ ഡെയിലി ഫോണിൽ കൂടി സംസാരിക്കുന്നത്. ഇപ്പൊ ഇലക്ഷൻ വന്നിട്ട് രാഷ്ട്രീയത്തെ കുറിച്ച് ഞങ്ങളൊന്നും സംസാരിക്കാറേ ഇല്ല. നമ്മുടെ ജനങ്ങളുടെ കാര്യങ്ങൾ എന്ത് വേണം, ക്യാമ്പ് എങ്ങനെ വേണം, എത്ര പേര് പങ്കെടുപ്പിക്കണം, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ചർച്ചകൾ. അതാണ് ഞങ്ങൾ തമ്മിലൊരു വൈരാഗ്യമില്ല, ഉണ്ടാകുകയുമില്ല. കാരണം 9-ാം തീയതി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചാണ്. നന്നായി ചേച്ചി, ഇതുപോലെ ആൾക്കാരെ കാണുക എന്ന് പറയുന്ന ഒരു സന്തോഷം. ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ രാത്രി 8 മണിക്കാണ് പ്രാർത്ഥനയുടെ സമയം. പ്രാർത്ഥന കഴിയുമ്പോൾ ഇത്തിരി നേരം കുറച്ച് ഈ മോളുടെ അടുത്തോട്ട് പോകും, ഇല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കും ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറഞ്ഞ പോലെ ആരും നിൽക്കണം. 2 പേരും അതങ്ങോട്ട് ഒരു കാര്യമൊക്കെ എടുത്തിട്ടില്ല. അതിനുശേഷം ഞാൻ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇത് ഓടിച്ചെന്ന് പറയാൻ ഈ മോളോട് പറയാൻ എൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഈ മോളെ കണ്ടില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെന്ന്. അപ്പം ഇപ്പം ചേച്ചി കൊച്ചാണ് ചേച്ചി പറഞ്ഞ് പോയിട്ട് ഇയാളെ ഞാൻ കണ്ടൂല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് സ്ഥാനാർത്ഥിയാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് തന്നെ സ്ഥാനാർത്ഥി LDFന്റെ. അപ്പം ഞങ്ങൾ 2 പേരും അതാണ് ഞങ്ങൾ സംസാരിക്കും, തമ്മിൽ കാണുമ്പോൾ സംസാരിക്കും. അപ്പോൾ മിനി ചേച്ചി പറ വിശേഷമൊക്കെ പറഞ്ഞേ. വിശേഷം അല്ല, ഈ ചേച്ചി എവിടെയോ പോയി തിരിച്ചു വന്നപ്പോ പിന്നെ സ്ഥാനാർത്ഥിയാണെന്ന് മനസ്സിലായി. ചേച്ചി എങ്ങനെയാ സ്ഥാനാർത്ഥി? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആകുമെന്നോ അങ്ങനെ
അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ചുരുക്കം പറഞ്ഞാൽ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ടേഴ്സിന് കൺഫ്യൂഷൻ ആവും. ഇതിപ്പോ നിങ്ങൾ ആര് ജയിച്ചാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. 3 പേരെ സ്നേഹിച്ച് ഞങ്ങൾ ഒരാൾക്കായിട്ട് വോട്ട് കൊടുക്കുന്നില്ല. വോട്ടിന്റെ ഇത് ഇപ്പൊ നമ്മുടെ ഈ 9-ാം തീയതി കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നമ്മളൊരു നാട്ടില് ജീവിക്കുന്നവരല്ലേ, നമ്മൾ പരസ്പരം കാണേണ്ടവരല്ലേ, ആ ഒരു ചിന്താഗതി ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ട്. അതിനി അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് 3 പേർക്കും ആൾക്കാർക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്നുള്ളതാണ് മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 1-ാം വാർഡിൽ നമ്മൾ ടൂറിസം ഏറ്റവും നന്നായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ കടമക്കുടിയിൽ നിങ്ങൾ 3 പേരും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് കാര്യങ്ങളിലൊക്കെയാണ് പരിഹാരം വേണ്ടത്? കടമക്കുടി വരാപ്പുഴ റോഡ് എന്ന് വെച്ചാൽ ഇത് ടൂറിസം മേഖലയായി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഞങ്ങളുടെ നാടിന് ഒരു പുതുജീവൻ പകർന്ന് ഞങ്ങളുടെ സാമ്പത്തികമായി ഞങ്ങളുടെ നാട് ഒന്നുകൂടി മെച്ചപ്പെട്ടു പോകും എന്നുള്ള രീതിയിലുള്ള നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കടമക്കുടിയുടെ ഭംഗി ആസ്വദിക്കുന്നതിനും ഇവിടുത്തെ ഈ പ്രകൃതി രമണീയത കണ്ട് ആനന്ദിക്കുന്നതിനുമായിട്ട് ഈ മനോഹര തീരത്തേക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒഴുകിയെത്തുകയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ ഈ റോഡ് അവിടെ നിന്ന് ഇപ്പം ഈ ഞങ്ങളുടെ കടമക്കുടിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പുറത്തോട്ട് പോകാനാ, രാവിലെ ജോലിക്ക് പോകുന്നത് ചിലപ്പോൾ ചെറിയ കൊച്ചുങ്ങളുള്ള അമ്മമാരൊക്കെ ജോലിക്ക് പോയിട്ട് എങ്ങനെയെങ്കിലും കുഞ്ഞിൻ്റെ അടുത്തൊന്ന് എത്തിയാൽ മതി. പക്ഷേ ഇങ്ങോട്ട് വരെ എത്താൻ പറ്റണില്ല. അപ്പം ഈ വാഹനങ്ങളും ജനങ്ങളും കൂടി തിങ്ങി നിറഞ്ഞ് ആണ് ഈ റോഡ് മൊത്തം. ഈ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം ഇവിടെ വേണം, അത് നിർബന്ധമാണത്. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ആളുകൾക്കും ആശ്വാസമാണ്, ഇവിടെ നിൽക്കുന്ന ആളുകൾക്കും. ഇപ്പോൾ ഒരു ശനി ഞായർ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രോഗി അത്യാവശ്യ നിലയിൽ നിൽക്കണമെങ്കിൽ ഒന്ന് പുറത്തോട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. നടന്നു തന്നെ പോകണമെങ്കിൽ അത്രയും തിക്കാണ്. അപ്പൊ അതിന് എത്രമാത്രം നിയന്ത്രിച്ചിട്ടും ഒന്നും അത് അവനെ ഏക്കണില്ല. അപ്പൊ ആ രീതിയിൽ മൊത്തം ജനങ്ങൾക്ക് തലവേദന ഉണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നുള്ള ആഗ്രഹം ഇവിടുത്തെ ജനങ്ങൾക്ക് മൊത്തം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങളിൽ അവരിൽ ഒരാളായിട്ട് നിന്ന് സേവനം ചെയ്യാനാണ് അതെ ആഗ്രഹിക്കുന്നത്. ശിവ ചേച്ചി, ഇപ്പൊ ചേച്ചി പറഞ്ഞത് ശരിയാ. കാരണം ഈ പറയുന്ന പോലെ ടൂറിസം വികസനം കൊണ്ടുവരും, ഇവിടെയുള്ളവർക്കും കുറച്ച് ജീവനോപാധികൾ കിട്ടും, വരുമാനം ഉണ്ടാകും. പക്ഷെ അതൊക്കെ വരുമ്പോഴും അത്രയധികം ആളുകൾ ഇവിടേക്ക് വരുമ്പോഴേ ഇവിടെയുള്ള ജനങ്ങൾക്ക് അതൊരു ശ്വാസമുട്ടൽ ഉണ്ടാക്കുന്നു, അവരുടെ സാധാരണ ജീവിതത്തിന് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പ്ലാൻ ബി കൂടെ വേണം. ആ പ്ലാൻ ബി ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇവിടെ ആൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പാർക്കിംഗ് വേണം, അതിനനുസരിച്ച് ചില ക്രമീകരണങ്ങൾ ഇവിടെ നടത്തണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ചേച്ചിയുടെ ഈ തലയിൽ അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ചേച്ചി ഐഡന്റിഫൈ ചെയ്യുന്ന പ്രശ്നങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ശരിക്കും പറഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ 2 സൈഡും പാടങ്ങളാണ്. ഇപ്പൊ സ്ഥലം നികത്തിയിട്ട് ഒരു പാർക്കിംഗ് സൗകര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സ്ഥലം നികത്താൻ പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ ഓർഡർ. പിന്നെ അതൊരു വലിയ പ്രശ്നമാണ്. അത് നല്ല ചർച്ചകളോട് കൂടി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ചയാകാറുണ്ടോ? ഉണ്ട്. കാരണം എല്ലാ ദിവസവും രാത്രി നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നല്ല ചർച്ചയാണ്. കാരണം ഈ ബ്ലോക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വീട്ടിലെത്താൻ പറ്റില്ല, വീട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് വരാപ്പോഴും മറ്റു സിറ്റിയിലേക്ക് പോകാനും ഒന്നും പറ്റില്ല, അത്രയും ബ്ലോക്കാണ്. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. വികസനം വന്നതോടുകൂടി വികസനം നല്ലത് തന്നെ, പക്ഷേ ഈ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് വളരെ ഒരു അസൗകര്യം തന്നെയാണ്. അല്ല ചേച്ചി, അപ്പോൾ നമ്മളെ നേരത്തെ ചേച്ചി ഇതുപോലെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഭരണസമിതികളിൽ ഇത്തരം ചർച്ചകൾ വരിക, ആ ചർച്ചകൾ ഗവൺമെന്റ് തലത്തിലേക്ക് പോവുക, അങ്ങനെയൊന്നും നടക്കാറില്ലേ? അപ്പോൾ മെമ്പറായിരിക്കുന്ന സമയത്താണ് ഈ റോഡ് ടാറിങ്ങും ബസ് റൂട്ട് ആദ്യമായി വന്നതും. അതെൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത എപ്പോഴും നല്ല ഒരു ഓർമ്മയാണ് എന്നെ സംബന്ധിച്ച്. പിന്നീടാണ് ഇങ്ങനെയുള്ള വികസനങ്ങൾ വന്ന് ഓരോ എല്ലാ ജയിച്ചു പോകുന്ന പ്രതിനിധികളുടെയും പങ്ക് ഞങ്ങളുടെ നാടിനുണ്ട്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, MLA മാർ, MP മാർ എല്ലാവരുടെയും നല്ല ഒരു സഹകരണം ഞങ്ങളുടെ നാടിനുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മകളിൽ കടമക്കുടി എന്ന് പറയുന്നത് 4 വശവും വെള്ളത്തിൽ ചുറ്റപ്പെട്ട ഒരു കരയായിരുന്നു. ഞാനൊക്കെ ഞാറക്കൽ 1-1.5 മണിക്കൂർ വഞ്ചിക്ക് ഇരുന്നാണ് ഞാറക്കൽ പഠിക്കാൻ പോയിരിക്കണത്. ഇപ്പം അതിന് മാറ്റം വന്ന് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾ ഞങ്ങളുടെ നാട്ടിലോട്ട് പഠിക്കാൻ പറയണം. കുളത്തിൽ നിന്നും കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കുടിച്ചിരുന്നത് ഇപ്പോൾ പൈപ്പ് വന്ന്, പിന്നെ ഇപ്പോൾ കടമക്കുടി വരാപ്പുഴയ്ക്ക് റോഡ് വന്ന്, അതിനേക്കാളുപരി ചാത്തനാട് എറണാകുളം റോഡ് അതിൻ്റെ കടമക്കുടിയിലോട്ട്, ചാത്തനാട് കടമക്കുടിയിലോട്ട് പാലമായി, അവിടെ നിന്ന് അറ്റത്തോട്ട് പാലമായിട്ടുണ്ട്. പിന്നെ അതിനിപ്പുറത്തേക്ക് ഒരു പാലം, കുറച്ച് റോഡുകൾ ഒക്കെ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല ഒരു അടിസ്ഥാന സൗകര്യം നാടിനുണ്ടാവും. നല്ല ഇതിലും കൂടി കുറച്ചും കൂടി മെച്ചപ്പെടും. അതിനുള്ള ജിട ആണ് അതൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം ഇതിലും വലിയ വികസനങ്ങൾ വരാൻ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് ആ ഇട്ടവിടത്തിലൂടെ ഞങ്ങളുടെ അതിൻ്റെ അകത്ത് ഉള്ള ചെറിയതും ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് വലുത്. അതെ അതെ, മറ്റുള്ള കാഴ്ചപ്പാടിൽ
ചെറിയ പ്രശ്നം. അവിടെ ഇച്ചിരി വഴി, അവിടെ വെള്ളം പോണില്ല, ഒരു കാന വേണം. പിന്നെ ആ അമ്മ ജോലി ചെയ്തിട്ട് വരുമ്പോ കൊച്ചിനെ അങ്ങോട്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല, ഒരു ചെറിയ ദൂരം. അപ്പൊ ഈ അമ്മമാർ അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് അമ്മൂമ്മമാരായിരിക്കും. പിന്നെ ഒച്ചപ്പാടും എന്ത് കാണാനാണ് ഈ നാട്ടിലോട്ട് ഈ വന്നത്? ഈ കാലത്ത് പോയതാണ്. ഈ കൊച്ചിനെ ഒന്നും നോക്കാനും എടുക്കാനും ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇതിനൊരു പരിഹാരമില്ലേ എന്നുള്ള രീതിയിൽ കൂടി അമ്മമാര് വളരെ വിഷമിച്ച് സംസാരിക്കും. കാരണം അമ്മ എത്രയും പെട്ടെന്ന് കുഞ്ഞിന്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കണ്. അമ്മൂമ്മയാണെങ്കിൽ ഈ കുഞ്ഞിനെ അത്ര തന്നെ. അത് ഞങ്ങൾക്ക് ഇവിടെ ഒരു നിശ്ചയമായ ഒരു തീരുമാനം വേണം. അതെല്ലാവരും പൊതുവായി ഒരു പ്രതീക്ഷയാണ്, അതുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും 3 പേരിൽ ആര് ജയിച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്പർ 1, 2, 3 എഴുതി ഇട്ടിട്ട് നിങ്ങൾ അത് സോൾവ് ചെയ്യാം. 3 പേരുടെയും കൂടെ ഈ തല ഉപയോഗിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. മിനി ചേച്ചി, നമുക്ക് മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ രാവിലെ ഇവിടെ വരുമ്പോഴേ നമ്മൾ നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തെരുവുനായ ശല്യമാണ്. അപ്പോൾ പലയിടത്തും ചെല്ലുമ്പോൾ ഒരുപാട് നായ്ക്കൾ ഇങ്ങനെ വരും. അപ്പോൾ അവര് ഈ പറയുന്നത് പോലെ നമ്മൾ അങ്ങനെ കയറി ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞാലും നമുക്കറിയില്ല, മനുഷ്യരല്ലല്ലോ, മൃഗങ്ങളല്ലേ. അപ്പോൾ ഈ ഒരു തെരുവുനായ ശല്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ചയായിട്ടുണ്ടോ? അതിനെന്തെങ്കിലും പരിഹാരത്തിന് എന്തെങ്കിലും മാർഗമൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? തെരുവുനായ ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവിടെ നിന്നല്ല, നമ്മുടെ വാർഡല്ല, കൂടുതലും കരിങ്ങണഞ്ചിറ അങ്ങോട്ട് പോകണം. 14-ാം വാർഡിൽ അവിടെ ആ റോട്ടിൽ കൂടെ പോകാൻ പറ്റില്ല, അത്രയും നായ്ക്കളാണ് കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്നത്. അതിപ്പോൾ കുട്ടികൾ, ഇപ്പോൾ സ്കൂളിൽ പോണ കുട്ടികളുണ്ട്, അവർക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളെ പട്ടികൾ ഇങ്ങനെ കടിച്ചിട്ടുണ്ട്. അതങ്ങനെ കുറച്ച് കുട്ടികൾ, അതൊരു ചർച്ചയിൽ വന്നിട്ടുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാന്നാണ് പറഞ്ഞേക്കണത്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ സ്കൂളുണ്ടല്ലോ, നമ്മുടെ കടമക്കുടി സ്കൂളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പ്രായമായവരുണ്ട്, മുതിർന്നവരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. എല്ലാവരെയും നമ്മൾ ഒരുപോലെ പരിഗണിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ് ഈ പട്ടികളെ കൊണ്ട്. നമുക്കിപ്പോൾ പിഴയിലെ പഞ്ചായത്തിൽ പോകണമെങ്കിലൊക്കെ നടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ പേടിയാണ് പോകാനായിട്ട്, കയ്യിലൊരു വടിയും പിടിച്ചിട്ട് വേണം പോകാനൊക്കെ ആയിട്ട്. അതിനൊരു പരിഹാരം ഉണ്ടാവണം. അതെ, പരിഹാരം ഉണ്ടാവണമെന്ന് പറയുകയല്ല, ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് പരിഹാരം ഉണ്ടാക്കും. പരിഹാരം ഉണ്ടാക്കും, അത് ഉറപ്പായിട്ടുണ്ടാക്കും. അപ്പം നമ്മൾ ജനങ്ങളോടെ നിൽക്കണമല്ലോ, ജനങ്ങളാണല്ലോ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മൾ ജനങ്ങളോടെ തന്നെ നിൽക്കണ്ടേ. ഭരണത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിലാണ് തദ്ദേശ ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആൾക്കാരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അതിന്റെ മുകളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിന് ശേഷമേ ഈ പ്രശ്നങ്ങൾ അവരിലേക്ക് എത്തത്തുള്ളൂ. അതെ, ചേച്ചി എന്തോ പറയാമെന്നല്ലോ. പക്ഷെ നമ്മൾ വലിയ ഉപദ്രവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ ഒരു ഇളയപ്പൻ്റെ മോളാണ് ഇങ്ങനെ പട്ടി വിട്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടി ഇങ്ങനെ ചാടി, അപ്പോൾ ഈ കണ്ണട ഇങ്ങനെ വിട്ടുപിടിത്തൊരു ചെറിയൊരു പോറലുണ്ടായി. അപ്പോൾ ഈ പേവിഷബാധയായിട്ടാണ് മരിച്ചത്. അത് ഞങ്ങളുടെ നാടിന് തന്നെ ഒരു വല്ലാത്തൊരു ദുരന്തമാണ്. അപ്പോൾ ഈ പട്ടികളെ കാണുമ്പോൾ, കാര്യം നമുക്ക് സ്നേഹം ഉണ്ടെങ്കിലും പക്ഷേ ഇത് അടുത്താലും ഉപദ്രവമല്ലേ ഇവര്. അപ്പോൾ ആ രീതിയിൽ എത്രയും വേഗം ഷെൽട്ടർ വേണം, പഞ്ചായത്ത് തലത്തിലായാലും അത് വേണം. ഇവർക്കൊരു സുരക്ഷിതം കൊടുക്കണം. ജനങ്ങൾ പേടിയില്ലാതെ, കൊച്ചുങ്ങൾ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, പ്രായമായവർക്ക് അങ്ങനെ തന്നെ, എല്ലാവർക്കും ആ ഒരു പേടിയുണ്ട്. ചേച്ചി, നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിലോ പുറത്തുള്ള സംസ്ഥാനത്തോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കേരളത്തിൽ തന്നെ പലയിടത്ത് പോയി കഴിഞ്ഞാൽ ടൂറിസം വികസനത്തോടൊപ്പം തന്നെ എല്ലാ വീട്ടിലേക്കും, ആ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും വരുമാനത്തിലുള്ള എന്തെങ്കിലും വകുപ്പ് കൂടെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പം നമ്മൾ ചില ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചായക്കടകൾ, ഹോട്ടലുകൾ, കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണാം. പക്ഷേ അതിനൊക്കെ അപ്പുറമായിട്ട് ഇത്രയും മനോഹരമായ സ്ഥലമേ, നമ്മളിപ്പോൾ കൂർഗിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടകിൻ്റേതായിട്ടുള്ള ചെറിയ സുവനേഴ്സുകൾ, അത് ചെറിയ അവരുടെ ഷോപ്പീസ് ആണെങ്കിലും ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണെങ്കിലും, ഇത് നമ്മൾ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ഉണ്ട്. അതിപ്പോൾ തായ്ലൻഡിലാണെങ്കിലും മലേഷ്യയിലാണെങ്കിലും US-ലാണെങ്കിലും ലണ്ടനിലാണെങ്കിലും എവിടെയായാലും. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ കടകൾ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവിൽക്കുന്ന രീതിയിൽ, അപ്പോൾ ഇവിടെ വരുന്നവർക്ക് നമ്മുടെ ഓർമ്മയ്ക്ക് ഇപ്പം നമ്മൾ മനസ്സിൽ പകർത്തി വെക്കുന്ന ഒരു കടമക്കുടി ഉണ്ടല്ലോ, ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഞ്ഞൊരു ഷോപ്പീസ് അല്ലെങ്കിൽ ഒരു കീ ചെയിൻ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എത്രയോ വീടുകളിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഇത് മനോഹരമായ പുഴയല്ലേ, നമ്മുടെ പല രാജ്യങ്ങളിലും ചെല്ലുമ്പം ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുണ്ട്. ഇതേപോലൊരു വള്ളത്തിൽ കുറേ സാധനങ്ങൾ വെച്ച് ആ വള്ളത്തിൽ പോകുന്നവർക്ക് അത് വിൽക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വഴിയിൽ കൊണ്ടുവിൽക്കുക, ഇതൊക്കെ നമുക്ക് ആലോചിച്ചുകൂടെ? ഇവിടെ ശരിക്കും മത്സ്യബന്ധന ജോലിക്കാരാണ്, മത്സ്യബന്ധനമായിട്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ കുറേ ആൾക്കാർ ഇതിൻ്റെ ഫിഷ് തന്നെ, ചെമ്മീൻ വീടുകളിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അത് പച്ചച്ചെമ്മീൻ ഉണക്കി മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. അതുപോലെ പിക്കിൾസ് ഒക്കെ ഉണ്ടാക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. ഇപ്പം മാഡം പറഞ്ഞ പോലെ നല്ലൊരു കാര്യമാണ് ഇത്. ഈ നമ്മുടെ കടമക്കുടിയുടെ ഈ ഉൽപ്പന്നങ്ങൾ, കടമക്കുടി തന്നെ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കി പിന്നെ ഒരു മാർക്കറ്റിംഗ് നമ്മൾ കണ്ടെത്തണം. ഇവിടെ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ സംരംഭങ്ങളായിട്ട്. ഇപ്പോൾ പ്രായമുള്ളവരാണെങ്കിൽ ഉണക്കച്ചെമ്മീൻ പാക്ക് ചെയ്തിട്ട് അതുകൊണ്ട് ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ചെറിയൊരു വരുമാന മാർഗമാണ്. അതുപോലെ തന്നെ ഈ അച്ചാറുകൾ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ സ്വപ്നത്തിലെ കടമക്കുടിയിൽ അത്രയും ചെറിയ വരുമാനം പോരാ. കാരണം കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ കൊടുത്ത്, ഇത് മാത്രമല്ല ഇത് ലോകത്ത് എവിടെയും ഇപ്പോൾ ഒരു
വായ്പ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം അവിടെ വെച്ച് കടമക്കുടിയിൽ നിന്ന് കാണണം. അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അവരത് കാണുന്നതോടൊപ്പം 10 പേരോട് പറയും, വീണ്ടും ഒരു 15 പേര് ഇങ്ങോട്ട് വരും. ആ 15 പേര് വീണ്ടും ഇതേപോലെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പൊ നല്ലൊരു കാര്യമല്ലേ? നിങ്ങൾ ഇത് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ആലോചിക്കണം. ആലോചിച്ചിട്ട് ഓരോ വീട്ടിലും കയറിയിട്ട് പറയണം, നമുക്ക് ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട്, അതുകൂടെ നമുക്ക് ഉപയോഗപ്പെടുത്തും. എന്തായാലും ടൂറിസം വികസനം വന്നപ്പോൾ ഒന്ന് നിങ്ങളുടേതായിട്ടുള്ള സ്വൈര്യം കെടുത്തുന്നതായിട്ടുള്ള എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം വേണം. പിന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ സ്ത്രീകളുടെ ഒരു കരുത്തിനും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വന്നപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നല്ല സ്മാർട്ടായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു. കാരണം കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളത് ഒരു ശരിക്കും അങ്ങോട്ട് ആയില്ല. അങ്ങനെയാണ് അതൊക്കെ പോയിട്ട് കുറേ പേര് അതൊക്കെ ആ രീതിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ എല്ലാവരും പെരയ്ക്കകത്ത് മാത്രം, ഞാനും എൻ്റെ കുടുംബവും ആ ഇട്ടാവട്ടോ അപ്പുറത്തേക്ക് ഈ വാർഡിൽ അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് നീങ്ങിയുള്ള ആളുകളെ ഒരു സമ്പർക്കവും ഇല്ലാത്ത ആ അവസ്ഥയിൽ നിന്ന് വളരെയധികം മാറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട് കുടുംബശ്രീ വഴി. കാരണം ഇന്ന് കുടുംബശ്രീയിൽ സ്ത്രീകൾക്ക് എല്ലാ ഓഫീസുകളിലും പോകാനുള്ള തൻ്റെയോടും കഴിവും അറിവും, ബാങ്ക് ഇടപാടുകൾ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഇലക്ട്രിസിറ്റി, കറണ്ട് അടക്കം എല്ലാം അവർ തന്നെ ചെയ്യുന്നുണ്ട്. ഭർത്താവിനെ മാത്രം അപേക്ഷിച്ചിരിക്കാതെ എന്തെങ്കിലും തൊഴിൽ ചെയ്യണമെന്ന് ഉള്ള ആളുകൾ ആ രീതിയിൽ പല വിധത്തിലുള്ള തൊഴിലുകൾ ആളുകൾ ചെയ്യുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് ആ രീതിയിൽ ഒരു ഉണർവും പ്രത്യേക കുടുംബശ്രീ വഴി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വരുമാനം ഒരു സ്വയം പര്യാപ്തത വേണമെന്ന് എല്ലാ കുടുംബശ്രീയുടെ അംഗങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ആ രീതിയിലേക്ക് അങ്ങോട്ട് അത്രത്തോളം ശരിക്കും നമുക്ക് പറയുന്ന പോലെ ഈ സ്ത്രീ ശാക്തീകരണം എന്ന് നമ്മൾ പറയുമ്പോഴേ നമ്മൾ വിചാരിക്കും ഈ പറയുന്ന പോലെ സന്ധ്യയ്ക്ക് ഇറങ്ങി നടക്കുന്നതോ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നതോ മുടി വെട്ടുന്നതോ ഒക്കെയാണ്. അതൊന്നുമല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷർട്ടും പാൻറ്റും ഇടുന്നത് അതൊന്നുമല്ല. അതിന്റെ അപ്പുറമായിട്ട് നമുക്ക് സാമ്പത്തികമായി ഒരു കരുത്ത് വേണം. കുടുംബശ്രീ വഴി സംരംഭത്തിനുള്ള ഇങ്ങനെ കോഴിയുടെയും കോഴി വളർത്തൽ, പശു വളർത്തൽ, ആട് വളർത്തൽ ഇതിനൊക്കെ ലോണൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതുവഴി കുറേ ഇപ്പം ഈ ചേച്ചി പറഞ്ഞ പോലെ കുടുംബശ്രീ വഴി കുറേ ചേച്ചിമാർക്ക് ഇപ്പൊ ഒരു വരുമാന മാർഗം കൂടി ഉണ്ട്. ഇപ്പം ഇതിപ്പം ലോൺ എടുത്ത് കോഴിയെ വാങ്ങിച്ച് പട്ടിക്ക് തിന്നാ. അതെ, അതാണ് ഒരവസ്ഥ. അതൊരു മാറ്റം ഉണ്ടാവണം. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കും. ഇതിലിപ്പം നാട്ടുകാർക്ക് ഒരു ബൊണാൻസിയാ. കാരണം ഇതിൽ ആര് ജയിച്ചെന്ന് പറഞ്ഞാലും 3 പേരും കൂടെ ഒന്നിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്, അല്ലെ? അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ. വാർഡിലെ കാര്യങ്ങൾ, ആരോഗ്യ കാര്യങ്ങൾ, മൊത്തം പൊതു കാര്യങ്ങൾ കൊച്ചുരാഞ്ചി എന്ന് എൻ്റെ വീട്ടിലുണ്ടാവും. അല്ലെങ്കിൽ കൊച്ചുരാഞ്ചി കണ്ടില്ലെങ്കിൽ ഞാൻ കൊച്ചുരാഞ്ചി പിടിച്ചേലും. ഇപ്പൊ ഈ ഇലക്ഷന്റെ പ്രചരണത്തിനാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാത്ത. കാരണം ഞങ്ങൾ നടന്നിരുന്ന് കാല് കഴിച്ച് രണ്ടുപേരും. അപ്പൊ നിങ്ങൾ ഹെൽത്ത് വർക്കേഴ്സ് കൂടെ അല്ലേ? ഇവിടുത്തെ ആൾക്കാരുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേ? ഇവിടെ നമ്മുടെ PHS എന്ന് വെച്ചാൽ പേലയാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ പ്രയോറിറ്റി ഉള്ള ആൾക്കാർക്ക് വീടുകളിൽ ചെന്ന് നമ്മൾ അവർക്ക് ഷുഗർ, പ്രഷർ കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കും. അത് വലിയൊരു കാര്യം തന്നെ. നേരത്തെ എന്ന് വെച്ചാൽ ആൾക്കാർ ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ പിന്നെ അത് വർഷങ്ങളോളം മെഡിക്കൽ ഷോപ്പിൽ പോയി ആ ചീട്ട് കാണിച്ച് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മളത് അനുവദിക്കണില്ല. നമ്മളെല്ലാ മാസം ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങാത്ത ആൾക്കാരാണെങ്കിൽ അവരെ വീട്ടിൽ ഇപ്പോൾ എല്ലാ മാസം ചെക്ക് ചെയ്യും. അതിലെ ക്ലിനിക്കുകൾ നടത്തും. അത് വലിയൊരു കാര്യം തന്നെ. അപ്പോൾ അത് ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ രോഗങ്ങളില്ലാന്നും പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ നമ്മൾ രോഗം കണ്ടെത്തും. വീടുകളിൽ പോയി നമ്മൾ ക്ലിനിക്ക് നടത്തി കണ്ടെത്തി അവരെ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ മിക്കപ്പോഴും ക്ലിനിക്ക് ക്യാമ്പുകൾ ഉണ്ടാവും. കണ്ണിൻ്റെ ക്യാമ്പ് ഉണ്ടാവും, എല്ലാ അസുഖങ്ങളും മെഡിക്കൽ ക്യാമ്പ് ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കും. അപ്പൊ ചേച്ചി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യം. എനിക്കറിയാം നിങ്ങൾ ഈ വെയിലത്തൊക്കെ ഈ വീട് വീടാന്തരം കയറി ഈ കാര്യങ്ങളൊക്കെ ബോധവൽക്കരണം നടത്തുകയും അവരെയൊക്കെ സഹായിക്കുകയും ചെയ്തത്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പബ്ലിക് ജിം കണ്ടു. സാധാരണ പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈ അരകല്ലും കുഴവിയും ആട്ടുകല്ലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് അത്യാവശ്യം എക്സർസൈസ് ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഈ പറയുന്ന മെഷീനുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ഇത്രയും നല്ല പ്രകൃതി കൂടെ കുറേ നേരം നടക്കുക, അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരെ ജിം ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ പറയാറുണ്ട് ഒരു കുറച്ച് എക്സസൈസ് ഒക്കെ വേണം എന്നുള്ളത്. എല്ലാ വീടുകളും നമ്മൾ അവയർനെസ് കൊടുക്കും. ക്ലാസ് ഒക്കെ വെക്കാറുണ്ടല്ലോ, ഹെൽത്തിന്റെ ക്ലാസ് ഒക്കെ വെക്കുമ്പോൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ നടപ്പ് അമ്മമാരൊന്നുമില്ല. ആൺകുട്ടികളും അതുപോലെ ഒത്തിരി പ്രായമായ ആൾക്കാരൊക്കെ നമ്മുടെ ജിമ്മൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് വെളിയിൽ നിന്ന് ആൾക്കാരാണ്. ഇതിന്റെ പ്രയോജനങ്ങളൊക്കെ കിട്ടുന്നത് അവർക്കാണ്. അങ്ങനെ പോരാ, അതായത് ആൾക്കാര് പ്രയോജനം അനുഭവിക്കണം. മാത്രമല്ല നമ്മുടെ സ്ത്രീകൾ, കാരണം നമ്മളെല്ലാവരും ഈ പറയുന്നത് പോലെ എന്തൊക്കെ പറയുന്ന പറയാനും നമ്മുടേതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് കുടുംബത്തിന് വേണ്ടി നോക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ഒക്കെ അങ്ങ് മാറ്റിവെക്കും. അങ്ങനെ അല്ലാതെ അപ്പം ഈ സ്ത്രീകളോടൊക്കെ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ പറയണം നമ്മുടെ ആരോഗ്യവും കൂടെ നല്ലതാക്കണം. അപ്പോൾ അത് മറ്റുള്ള, കാരണം അല്ലെങ്കിൽ നമ്മൾ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട് പോയി എന്നർത്ഥം. വേറെ ആരും പെയിന്റ് അടിക്കാൻ പറ്റും. അതെ, നമ്മുടെ ആരോഗ്യം നോക്കൂല. സ്ത്രീകളെ കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നമുള്ളത് നമ്മൾ വീട്ടിലെ കുട്ടികളുടെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലെ പണിയാണല്ലോ, എപ്പോഴും പണിയാണല്ലോ നമുക്ക്.
പക്ഷെ ഇപ്പൊ നമ്മള് വീടുകളിൽ ഇപ്പൊ സുംബ ഡാൻസ് ഒക്കെ പോലെ നമ്മൾ ചിലതൊക്കെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ അടുക്കളയിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചിലവരൊക്കെ ചെയ്യും, ചിലവർക്ക് സമയമില്ല, കുട്ടികളെ നോക്കണം, പിന്നെ മകള് ജോലിക്കോ അപ്പൊ അത് ചെയ്യാൻ പറ്റൂല, ചിലവരൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പബ്ലിക് ജിം നമ്മളുടെ കൂടുതലും കടമുടിക്കാർക്ക് പ്രയോജനമല്ല. അവരോട് പറയണം അതുകൂടി ഉപയോഗിക്കാൻ എന്ന് പറയുന്ന പോലെ എല്ലാവരോടും പറയണം. സമയം എന്ന് പറയുന്നത് ഈ ലോകത്ത് സോഷ്യലിസം ഉള്ള ഒരേ കാര്യം സമയമേ ഉള്ളൂ. കാരണം 24 മണിക്കൂർ എല്ലാവർക്കും, അത് പാവപ്പെട്ടവനായാലും കൊള്ളാം പണക്കാരനാണ്, ആ 24 മണിക്കൂർ ഒരാൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വെച്ചിട്ടാണ് ആ ആള് നല്ലവനാകുന്നു ചീത്തയാകുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ കുഞ്ഞു കടന്ന് ഉറങ്ങുന്ന കുറച്ച് സമയം ഇത് ചെയ്യാൻ പറ്റും. ഒന്ന് കരച്ചിൽ കേൾക്കും, അല്ലേ ഉണരുമ്പോൾ അങ്ങോട്ട് ചെന്നാൽ പോരെ. എങ്ങനെയാലും 1 മണിക്കൂർ കണ്ടെത്തി നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം. ഇടയ്ക്കൊന്ന് നടക്കാൻ, ഞാൻ പണ്ടായിരുന്നു ഇത് പറയില്ലായിരുന്നു, ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അവരോട് നടക്കാനൊക്കെ പറയണം. എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ജനപ്രതിനിധി ആകുമ്പം കുറേ കൂടെ ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാനും ഈ കൂടുതൽ പേര് ആരോഗ്യമുള്ളവരായിരിക്കും, നമുക്ക് അത്രയും തലവേദന കുറയില്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു കൂട്ട്, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതേപോലെ പോട്ടെ. എനിക്ക് അങ്ങ് സന്തോഷമായി, മനസ്സ് നിറഞ്ഞു നിങ്ങളെ കണ്ടപ്പോൾ. അപ്പൊ 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ നിങ്ങളിപ്പോ ആര് ജയിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ ഐഡിയ ഒക്കെ ആര് ജയിച്ചാലും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നത് നടപ്പാക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് 24ന്റെ വക 3 പേർക്കും. താങ്ക് യു.